പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഓരോരുത്തരും വിശ്വസിക്കുക. എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളും ഭാരങ്ങളും എന്നെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അവസാനിച്ചു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇതാ നിന്നോട് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നു. ഇതാ നിന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹീസ് ആക്റ്റീവ്. ദൈവം നിന്നിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ അത്ഭുതകരമായി ഇടപെടുന്ന സമയമാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത്, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഈ പ്രശ്നത്തിൽ ഇതാ ദൈവം നിന്നോട് പറയുന്നു, നിന്നിൽ ദൈവം പ്രവർത്തിക്കുന്നു. യെസ്, മൈ ഫാദർ ഈസ് സ്റ്റിൽ വർക്കിംഗ് ആൻഡ് ഐ ഓൾസോ ആം വർക്കിംഗ്. ഇതാ ഈശോ നിന്നോട് പറയുന്നു, എൻ്റെ ദൈവം പ്രവർത്തന നിരതനാണ്, പ്രവർത്തിക്കുന്ന ദൈവം. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാകില്ല, എന്നാൽ പൗലോസ്ലീഹ കൃത്യമായി വചനത്തിൽ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം എഫേസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും മഹത്വമുണ്ടാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, എൻ്റെ സഹോദര സഹോദരി, നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നീ വിശ്വസിക്കണം. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം. നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതാവസ്ഥ എന്ത് തകർന്ന അനുഭവമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നീ ചിന്തിക്കും, ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, ഞാൻ അത്രമേൽ തകർന്ന വ്യക്തിയാണ്. നീ ഒരുപക്ഷെ ചിന്തിക്കും, എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ടും ഈ ശാസ്ത്ര ലോകം കൊണ്ടും പലതും നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു, എന്നാൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഇതാ നിന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. എഫേസോസ് ലേഖനത്തിൽ അതാണ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നത്. 3-ാം അധ്യായം 20-ാം തിരുവചനം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും മഹത്വമുണ്ടാവട്ടെ. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വയ്ക്കാമോ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കൂ. നിന്നെ എന്താണ് ഭാരപ്പെടുത്തുന്നത്? നീ ഏതെങ്കിലും വ്യക്തിയെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ നിന്റെ വീട്ടിലെ ആരെങ്കിലും കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത്? നിന്റെ ആരോഗ്യത്തെക്കുറിച്ചാണോ നീ അസ്വസ്ഥപ്പെടുന്നത്? ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു, ഈ രോഗം നിന്റെ അവസാനമാണ്, നീ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും, നീ ഇനി രക്ഷപ്പെടത്തില്ല, നീ എഴുന്നേറ്റ് നടക്കത്തില്ല, നിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കുമെന്ന് നാട്ടുകാരും വീട്ടുകാരും വൈദ്യശാസ്ത്രവും ലോകവും നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് നീ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു, എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. യെസ്, എൻ്റെ ഉള്ളിൽ ഇതാ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന സമയം. എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് ദൈവം ആരംഭിക്കും. നീ വിശ്വസിക്കൂ. യേശുവിനെ കല്ലറയെങ്കിൽ അടക്കം ചെയ്തപ്പോൾ യഹൂദ ജനം ചിന്തിച്ചു, പട്ടാളക്കാർ ചിന്തിച്ചു, ഇവന്റെ ചരിത്രം തീർന്നു, ഇനി ഇവന്റെ ജീവിതമില്ല. എന്നാൽ മനുഷ്യന്റെ ബുദ്ധി അവസാനിച്ചിടത്ത് ദൈവത്തിന്റെ പ്രവർത്തികൾ ആരംഭിച്ചു. എൻ്റെ സഹോദര സഹോദരി, നീ വിശ്വസിക്കൂ, നിന്റെ ജീവിതത്തിലേക്ക് ഇതാ ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവം പ്രവർത്തിക്കുന്ന സമയം. ഹീസ് ആക്റ്റീവ്, ഹീസ് ആക്റ്റീവ്. ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. യെസ്, that is what St. Paul says in his letter to Ephesians chapter 3 verse 20. എൻ്റെ ദൈവമേ, അങ്ങനിൽ പ്രവർത്തിക്കുന്നു. നിന്റെ ശരീരത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു, നിന്റെ മനസ്സിൽ ദൈവം പ്രവർത്തിക്കുന്നു. മനസ്സിൽ വലിയ ഭാരത്തോടുകൂടി അനേകരുണ്ടല്ലോ, ജീവിതം വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ. വിശ്വസിക്കൂ, എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു, എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കട്ടെ. വിശ്വസിച്ച് ഈ വചനത്തിന്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്ന അനുഭവം ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ.
നിന്റെ ജീവിതത്തിൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തുന്നില്ലായിരിക്കും. നിനക്കൊരുപക്ഷെ വലിയ സങ്കടമുണ്ടാവും. എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നീ ഭാരപ്പെടുന്നുണ്ടാവും. പല അനുഭവങ്ങൾ മുമ്പിലും നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്നാൽ നിന്നെ ദൈവം ഉപേക്ഷിക്കുകയില്ല. പ്രവർത്തിക്കുന്ന ദൈവം നിന്റെ മേലിതാ പ്രവർത്തിക്കുന്നു. 75 വയസ്സിൽ അബ്രാഹത്തോട് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു, നിനക്കൊരു കുഞ്ഞുണ്ടാകും. 75 വയസ്സും കഴിഞ്ഞ് 25 വയസ്സും കൂടെ കഴിഞ്ഞിട്ടാണ് 100ാമത്തെ വയസ്സിലാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തത്. 25 വർഷക്കാലം ആ മനുഷ്യൻ കടന്നുപോയിട്ടുള്ള ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ ഉത്തരം കിട്ടാത്തതിന് അനുഭവം നിന്റെ ഉള്ളിലുമുണ്ടല്ലോ. 2 കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് ഭാരപ്പെടുന്ന ഓരോ കാര്യങ്ങളെ സമർപ്പിക്കുക. സാമ്പത്തിക മേഖലകളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടല്ലോ, സമർപ്പിച്ചുകൊള്ളൂ. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറക്കും. ഏറ്റെടുക്കട്ടെ, ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു വഴി തുറക്കും. ഓ ദൈവമേ, ഞാൻ വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് ഈ ശുശ്രൂഷ സമയത്ത് ഈ ദൈവജനത്തോട് ചേർന്ന് ഞാൻ ഏറ്റെടുക്കുന്നു. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ആബാ പിതാവേ എന്ന്, യേശുവേ എന്ന്, പരിശുദ്ധാത്മാവേ എന്ന് ആവർത്തിച്ച് ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം ഓരോ വ്യക്തിയും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. എത്ര തകർന്ന അനുഭവങ്ങളും സകല വഴികളും അടഞ്ഞുവെന്ന് കരുതുന്നിടത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. വിശ്വസിക്കൂ. ഓ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവം. ഓ ദൈവമേ, ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന എന്റെ കർത്താവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈശോയേ, ആരാധന. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവം, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഈ സഭയിൽ മഹത്വം, ഈ ശുശ്രൂഷയിൽ മഹത്വം, ദൈവത്തിന് മഹത്വം. കൈയടിച്ചേ സന്തോഷത്തോടെ ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ. കണ്ണുകളടച്ച് കൈയടിച്ചേ. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, എത്ര തകർന്ന അവസ്ഥയാണെങ്കിലും, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ മറിയത്തെ പോലെ സ്തോത്രഗീതം പാടട്ടെ. എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം, ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവം. ഓ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും കൈയടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. എല്ലാവരും യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിയൻ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ എല്ലാവരും. എന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. എന്റെ ജീവിതത്തിന് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. യെശയ്യാ പ്രവചനം 22:22. അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തടയാനും പറ്റില്ല. ഓ കർത്താവ്, ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ ഈ വചനത്തിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. ഓ കർത്താവ്, വഴികൾ തുറക്കട്ടെ,
പ്രവർത്തിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ മേല് വലിയൊരു അഭിഷേകം വെളിപ്പെടുന്നു. കൈയടിച്ചേ, ഒന്നാട് കൈയടിച്ചേ, പോരാ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ 7 വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ഭാരങ്ങളേറും വേളകളിൽ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ, വൈരിയൻ വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. രണ്ട് കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയിടുമേ. ഹൃദയം തുറന്ന് ഓരോരുത്തരും വിളിക്കട്ടെ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, നാവ് തുറന്ന് ദൈവജനം ഒരുമിച്ച് വിളിക്കുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, 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 നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങ് എന്നിൽ പ്രവർത്തിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് വിശ്വസിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ എഫേസസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് ഈ സഭയിലും യേശുക്രിസ്തുവിലും മഹത്വമുണ്ടാവട്ടെ. ഓ ദൈവമേ, I believe and I claim my God is active. He is working in my life. എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഈ മരവിപ്പിനെ മറികടക്കാൻ എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം, ഈ അവസ്ഥയെ തരണം ചെയ്യാൻ എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം. ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിന്നു. പുറകോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഫറവോയുടെ സൈന്യം അവരെ പിടികൂടാൻ ധൃതിയിൽ വരുന്നു. ജീവിതം അവസാനിച്ചുവെന്ന് കരുതിയിടം മുമ്പോട്ടുമില്ല, പുറകോട്ടുമില്ല. എന്നാൽ അസാധ്യമെന്ന് കരുതിയ ചില കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ വഴി തുറന്ന് ചോദിക്കുന്നതിലും
ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കട്ടെ. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം മൈ ഗോഡ് ഈസ് വർക്കിംഗ്, ഹി സ്റ്റിൽ ആക്റ്റീവ്. എൻ്റെ ദൈവം കല്ലിലും മണ്ണിലും എവിടെയെങ്കിലും മാറിയിരിക്കുന്ന ദൈവമല്ല. എൻ്റെ ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് എൻ്റെ സഹനങ്ങൾ കണ്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ദൈവമല്ല. എൻ്റെ ദൈവം കളിക്കളത്തിന് പുറത്തു നിന്ന് കളി കാണുന്നൊരു ദൈവമല്ല. മറിച്ച് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവം, എൻ്റെ വീട്ടിൽ പ്രവർത്തിക്കുന്ന ദൈവം, എൻ്റെ ജോലി സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ദൈവം, ഞാൻ നടക്കുന്ന വഴികളിൽ എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം. ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു. ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. ആ വലിയ ആഗ്രഹം കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ചൊരിയപ്പെടട്ടെ. ഈ നാളുകളിലെ എല്ലാ ശുശ്രൂഷ മേഖലകളിലും പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഇപ്പോൾ നമ്മൾ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ കുടുംബത്തിനും നിന്റെ ബന്ധങ്ങൾക്കും മേൽ കർത്താവിൻ്റെ വലിയ ഒരു വഴി തുറക്കുന്ന ആശീർവാദമാണ്. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും